ഇങ്ങനെ നേമം മുതൽ അങ്ങ് വയനാട് വരെ, തിരുവനന്തപുരം ജില്ല കടന്ന് പല ജില്ലകളിലൂടെ കടന്ന് തൃശ്ശൂർ, കോഴിക്കോട്, അങ്ങനെ വയനാട് എല്ലാ ജില്ലകളിലും പോയി മത്സരിച്ച് പലതവണ തോറ്റ വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം കെ മുരളീധരൻ എന്നുള്ളതാണ്. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഥവാ പെടലി മന്ത്രി. അപ്പോൾ വീണ ജോർജിനെ ഞെട്ടിക്കുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വീണ ജോർജ് രംഗത്ത് വന്നിട്ടുള്ളത്. കുറ്റം പറഞ്ഞും പരിഹസിച്ചുകൊണ്ടുമാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു പോസ്റ്റ് വയ്ക്കാൻ, അതിനു മുമ്പ് വീണ ജോർജിന് ഇഷ്ടമല്ലാത്ത ആളുകൾ, പെടലിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടയാണല്ലോ പുള്ളിക്കാരിയുടെ ഉടായ്പകളൊക്കെ. അപ്പോൾ വീണ ജോർജിന് ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഇവരെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. വീണ ജോർജിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ഇപ്പം വീണ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം രാഷ്ട്രീയ ചരിത്രത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ചാണക്യനായിട്ടുള്ള കെ കരുണാകരൻ്റെ മകനാണ് കെ മുരളീധരൻ അല്ലേ. ആ മുരളീധരനെ കുറ്റം പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുരളീധരൻ എവിടെ നിന്നാലും ഏത് മണ്ഡലത്തിൽ പുള്ളിയെ പിടിച്ചു നിർത്തിയാലും പുള്ളി ജയിക്കും. പക്ഷെ വീണ ജോർജിനെ ഏത് മണ്ഡലത്തിൽ പിടിച്ചു നിർത്തിയാലും ജയിക്കാൻ പോകുന്നില്ല, അതാണൊരു സത്യം. ഓക്കെ, എന്നാലും വീണ ജോർജ് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജില്ലയിലും മത്സരിച്ച് തോറ്റ ചരിത്രം സൃഷ്ടിച്ച ആൾ ഒടുവിൽ മന്ത്രിയായപ്പോൾ വിവരക്കേട് പറയുന്നു. ആരോഗ്യമന്ത്രി കെ മുരളീധരനെ പരിഹസിച്ച് മുൻ മന്ത്രി വീണ ജോർജ്. ഞാനിനി അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം ഇതിനകത്ത് വന്നൊരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. അപ്പം പുള്ളിക്കാരൻ ഷൈജെ സുൽത്താൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്ന കമൻറ്റ്: നിങ്ങൾ കെ മുരളീധരനെ കുറ്റം പറയാതെ താങ്കളുടെ പാർട്ടിയുടെ തോൽവി അതൊന്ന് വിശകലനം ചെയ്യട്ടോ. ഈ 10 കൊല്ലം ആയിട്ടേ ഉള്ളൂ തുടർഭരണം. ഈ 10 കൊല്ലം ആയിട്ടേ ഉള്ളൂ തുടർഭരണം. അതിൻ്റെ മുൻപ് ആരായിരുന്നു ഭരണത്തിൽ, അതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഒരു കമൻറ്റ് കൂടെ ഞാൻ വായിക്കാം. വായിച്ചിട്ട് വീണ ജോർജ് മുരളീധരനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. അതിനുശേഷം ബാക്കി 1-2 കമൻറ്റ്സ് കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ അൻസി പോൾ എന്ന് പറഞ്ഞൊരു ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം പറഞ്ഞു ഞാൻ പറയുന്നില്ലല്ലോ എന്നും ഇടയ്ക്കിടെ പറയുന്നത് എന്ത് മാങ്ങാത്തൊലിയാണ്. അടുത്തൊരു കമൻറ്റ്: ജനം തോൽപ്പിച്ചാലും അത് മനസ്സിലാകാതെ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയുന്നവരോട് എന്ത് പറയാൻ. അടുത്തൊരു കമൻറ്റ് ജോയി മാത്യു ഇട്ടേക്കുന്ന കമൻറ്റ്: മുരളീധരൻ എവിടെ നിന്നാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷേ പ്രിയ മഹതി, ഒരു മേഖലയിൽ നിന്നും ഒരു വിജയം എന്ന ലേബൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇനി ഒരു വിജയം ഉണ്ടാവുകയില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താതെ ജനങ്ങളെ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ എന്താണെന്ന്. അവാർഡ് അമ്മായി, ബെസ്റ്റ് നടി. ഇനി അടുത്തൊരു കമൻറ്റ്: വെറുതെ ആ വിഡ്ഢി ഒരു മറുപടി നൽകി വിഡ്ഢിക്ക് മറുപടി നൽകി നിങ്ങളുടെ ഉള്ള വില കൂടി കളയരുതേ. കൂടി കാത്തിരിക്കുക, ഈ ജനം തന്നെ തിരിച്ചു പറയും നിങ്ങളായിരുന്നു ശരിയെന്ന്. അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കമൻറ്റ് കേട്ടോ. തോമസ് കന്നന്തറ, പുള്ളി ഈ 10 കൊല്ലം എവിടെയാണ് ജീവിച്ചതെന്ന് അല്ലേ. 10 കൊല്ലം ആരോഗ്യ മേഖലയിൽ ഈ വീണ ജോർജ് എന്താണ് സുഹൃത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കമൻറ്റ്, പോസിറ്റീവ് കമൻറ്റ് ഞാൻ ഇപ്പോൾ വായിച്ചപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് കമൻറ്റ് കയറി വന്നു. അപ്പം ഞാൻ ഈ 10 കൊല്ലം ആരോഗ്യമന്ത്രിയായി നിന്നിട്ടുള്ള വീണ ജോർജ് ഈ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കുറേ ആളുകൾ നമ്മളെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൈപ്പിഴവ് പോലും സമയത്തുള്ള ചികിത്സ കിട്ടാതെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഞാൻ ബാബുകൃഷ്ണൻ്റെ ഒരു കമൻറ്റ് വായിക്കാം. വലിയ വിഷമമുണ്ടല്ലേ പെങ്ങളെ, നിങ്ങളെ പണി കഴിഞ്ഞൊന്നും ഉണ്ടായിരുന്നൂടെ. നിങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ. അതാദ്യം മനസ്സിലാക്കൂ. പിന്നെ നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഭരണമാറ്റം. അതുകൊണ്ട് വായും പൂട്ടി വെറുതെ ഇരിക്കുക. അവർ ചെയ്യേണ്ടത് അവർ നല്ല ഭംഗിയായി അവർ ചെയ്യുന്നുണ്ട്. നാട്ടിലെ ജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു പരാതിയുമില്ല. ആകെയുള്ളത് കപ്പൽ ഓടിച്ച കപ്പിത്താനും അതിലെ ക്ലീനറായ കൊച്ചമ്മയും പിന്നെ മരുമോനും അതുപോലെ ക്യാപ്സൂൾ വിഴുങ്ങുന്ന കുറേ കുട്ടി സഖാക്കളും അല്ലാതെ വേറെ ആർക്ക് പരാതി. അതുകൊണ്ട് ഉള്ളതും കുടിച്ച് പുതച്ചു മൂടി കിടന്നു എന്നാണ് വീണ ജോർജിനോട് രാധാകൃഷ്ണൻ ബാബു പറയുന്നത്. ഓക്കെ, കമൻറ്റുകൾ ഇത്രയും ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇനി വീണ ജോർജ് പറയുന്നത് കൂടെ കേട്ടിട്ട് 1-2 കമൻറ്റ് കൂടെ വായിക്കാം. ഓക്കെ, വീണ ജോർജ് പറയുന്നതെന്ന് വെച്ചാൽ മുരളീധരനെ പരിഹസിക്കുന്ന ആ ഒരു
വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ആണ് കെ മുരളീധരൻ. ഇപ്പൊ മന്ത്രിയായി കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനവിധി നേടിയപ്പോൾ തോറ്റ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കെ മുരളീധരനാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ പറയുന്നില്ലല്ലോ. ഇങ്ങനെ നേമം മുതൽ അങ്ങ് വയനാട് വരെ തിരുവനന്തപുരം ജില്ല കടന്ന് പല ജില്ലകളിലൂടെ കടന്ന് തൃശ്ശൂര്, കോഴിക്കോട്, അങ്ങനെ വയനാട് എല്ലാ ജില്ലകളിലും പോയി മത്സരിച്ച് പലതവണ തോറ്റ വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം കെ മുരളീധരൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് പറയുന്നില്ലല്ലോ. ഇനി നേമത്തും തോറ്റ് തൃശ്ശൂരും തോറ്റ് ഡബിൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനീചമായി അടിസ്ഥാനരഹിതമായി ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്യുകയും അധിക്ഷേപം ചെയ്യുകയൊക്കെ ചെയ്തത് കെ മുരളീധരൻ അതിന് മുന്നിൽ നിന്ന് ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഒരു കാര്യമേ അതിൽ പറയാനുള്ളൂ. ആ നിലയിലുള്ള മറുപടിയൊന്നും ഏതായാലും തൽക്കാലം നൽകാനായിട്ട്, ഞാനീ പറഞ്ഞതുപോലെ നൽകാനായിട്ട് നമുക്ക് കഴിയില്ല, നമ്മൾ നൽകുന്നുമില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 100 തവണയല്ല 1000 തവണ പറയേണ്ടി വന്നാൽ അതിലുമപ്പുറം പറയേണ്ട വിഷയങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിൽ കാര്യങ്ങൾ വസ്തുതാപരമായി പറയുമ്പോൾ അത് പരിഹാസരൂപേണ മറുപടി അതിന് നൽകുമ്പോൾ അത് ഉത്തരം മുട്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാണിവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അതീവ വെല്ലുവിളി നിറഞ്ഞൊരു വിഷയം, ഒരു ഘട്ടമാണ്. ഷിഗല്ല കേസുകൾ, സംസ്ഥാനത്തെ ഷിഗല്ല കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകും. ഷിഗല്ല മൂലം മരണമുണ്ടാകുന്നു. കോവിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, എല്ലാവിധമായിട്ടുള്ള പകർച്ചവ്യാധികളും കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വകുപ്പിനെ ഏകോപനത്തോടെ നയിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ ഇന്നലെ 87 പേർ, ഇന്നിപ്പോൾ 90 പേർക്കടുത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ വളരെ ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ശാസ്ത്രീയമായ നിലയിൽ രീതികളിലൂടെ നിശ്ചയിക്കപ്പെട്ട, ഇതെല്ലാം പ്രോട്ടോക്കോളും കലണ്ടറും ഒക്കെ തന്നെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതൊന്നല്ല, വേണ്ടി വന്നാൽ 100 തവണ 1000 തവണ അതിനപ്പുറം പറയുകയും ചെയ്യും. ഇത്രയും വീണ്ടും വിചാരമുള്ള ആള് മന്ത്രിയായിട്ടിരുന്ന സമയത്ത്, ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാന്ന് തോന്നുന്നു ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ശ്വാസം കിട്ടാതെ, അവിടെ ഡോക്ടറോ അല്ലെങ്കിൽ ആരും ഇല്ലാതെ ശ്വാസം കിട്ടാതെ മണിക്കൂറുകളോളം, ഒരു 10-33 വയസ്സുള്ളൊരു യുവാവാന്ന് തോന്നുന്നു, അയാളുടെ ഭാര്യ നെട്ടോട്ടം കടന്ന് ഓടിയിട്ടും ഒരു മനുഷ്യനും കണ്ടില്ല, അവിടെ ഒരു മനുഷ്യനും സഹായിക്കാനില്ലായിരുന്നു അല്ലേ. ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന വീഡിയോ എല്ലാം നമ്മൾ CCTVയിലേക്കകത്ത് കണ്ടതാണ്. അപ്പോൾ അപ്പോഴൊന്നും ഈ ഒരു അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് വിഷയങ്ങൾ, അപ്പോഴൊന്നും ഇത്രയും ഒരു വീണ്ടും വിചാരമില്ലാത്ത മുൻ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ മറ്റൊരാൾ മന്ത്രിയായി ഭരണത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്താ ഉത്കണ്ഠയല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യത്തെ പറ്റിയിട്ട് എന്താ ആവലാതി അല്ലേ. ഓക്കെ, ഞാൻ ഇവിടെ 1-2 കമൻറ്റ് കൂടെ വായിക്കാം, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ജെറി ജെയിംസ് എന്ന് പറഞ്ഞ, തൻ്റെ അഭിനയം 10 വർഷം ഞങ്ങൾ കണ്ടു, നല്ല മന്ത്രിയായിരുന്നുവെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരില്ലായിരുന്നു, പെടലിയൊക്കെ ഒളുക്കുന്നുണ്ടോ ഇടയ്ക്കൊക്കെ എന്നാണ് ചോദ്യം. നമ്മൾ കണ്ടതാണ് പെടലിയുമായിട്ടുള്ള വിഷയത്തിൽ പാവപ്പെട്ട ചെറുപ്പക്കാരെ 10 ദിവസം ജയിലിൽ പിടിച്ചിടുകയും എന്തല്ലേ പെടലി ഉളുക്കി അല്ലെങ്കിൽ പെടലിക്ക് ക്ഷതമേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളപ്പരാതി കൊടുത്തിട്ട് അവസാനം അതൊക്കെ പൊളിച്ചടിക്ക് വെളിയിൽ വന്നതാണ് അല്ലേ. ബഷീർ ഇട്ടേക്കുന്ന കമൻറ്റ്, പെടലി തോറ്റു അമ്പിയിട്ടും നിന്നെ തള്ളാനും നുണ പറയാനും കാരണഭൂതൻ വിട്ട ഉളുക്ക് വനിത. അത് മോശപ്പെട്ട കമൻറ്റ്, അതുകൊണ്ട് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. ഞാൻ അടുത്തൊരു കമൻറ്റ്, മാഡം ഈ കപ്പൽ ആടി ഉലയുകയില്ല, അതിനൊരു കപ്പിത്താനുണ്ട്, അതാണ് കെ മുരളീധരൻ. ഏത് അപകടത്തിലും കപ്പലിൻ്റെ
കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു കപ്പിത്താനാണ്. ഇനി ഞാനിവിടെ കെ മുരളീധരൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. നിയമസഭയിൽ വീണ ജോർജിനെ നല്ല ചുട്ട മറുപടി വീണ ജോർജിന് കൊടുക്കുന്ന കെ മുരളീധരൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് റീൽസ് എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പാടി നടക്കലുമായിരുന്നു ഈ ആരോഗ്യ മേഖലയ്ക്ക് വീണ ജോർജ് സംഭാവന നൽകിയിട്ടുള്ള സംഭാവനകളെന്നാണ് കെ മുരളീധരൻ ആഞ്ഞടിച്ച് ചുട്ട മറുപടി കൊടുക്കുന്നത്. എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ, ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗിയെ അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബാവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ കേട്ടല്ലോ. എന്നാൽ കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ 7 അയലത്ത് പോലും എത്താൻ യോഗ്യത വീണ ജോർജിനില്ല എന്നാണ് ഒരു സത്യം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.